ഗായ്സ്, പയ്യോളി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർദ്ര പ്രസാദ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാഗപ്പൻ ചേട്ടന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. Come on. രാവിലെ കേറിയിരുന്ന് തോളത്തിരുന്ന് ചെവി കടിക്കുക. ഹലോ, ഇതെന്തുവാ? നമസ്കാരം. വ്ളോഗ് അല്ല ചേട്ടാ, വ്ളോഗാണോ? വന്ന കാര്യം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടൻ എന്ത് സർപ്രൈസ് ആണ് കരുതി വെച്ചിരിക്കുന്നത്? അയ്യോ, ഇവിടെ എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സർപ്രൈസ് അല്ലയോ? ആണോ? ഇതാണ് രതീഷ് മൂർഖൻ. അയ്യോ, ഇതാണോ മൂർഖൻ? ഇതാ മൂർഖൻ. ഇത് കടിക്കുവോ? കടിക്കത്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നക്കും, ചെറുതായിട്ടൊന്ന് ചാകും, അത്രയേ ഉള്ളൂ. മാറ്റങ്ങോട്ട്. വാ, കേറി വാ. ആരെയാ നോക്കുന്നേ? വരാമെന്ന് പറഞ്ഞിട്ട് ആരെയാ വിളിക്കുന്നേ? അതെ, അകത്തൊരാളെ പാമ്പ് കടി ഏറ്റു വന്നിരിപ്പുണ്ട്. അപ്പൊ ഈ കടിച്ച പാമ്പിനെ വിളിച്ച് ഞങ്ങൾ വിഷം ഓർക്കുന്നുണ്ട്. അപ്പൊ കടിച്ച പാമ്പിനെ വിളിച്ചിട്ടുണ്ട്. പേടിക്കട്ട പേടിക്കട്ട. അത് ഇവിടുത്തെ സതീഷ. അവൻ മൂത്രം ഒഴിക്കാൻ പോയായിരുന്നു. അകത്തോട്ട് പോ. പിന്നെ അമ്മയോട് പാല് കാച്ചി വെച്ചോട്ടുണ്ടേ, അതെടുത്ത് കുടിക്കണം. കൈക്ക് കൊത്തല്ലേ? അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല് കൊടുത്താൽ കൈക്ക് കൊത്തുന്ന ഒരു പരിപാടി കൊണ്ട് ഇവർക്ക്. ഓ ശരിയാ ചേട്ടാ, എനിക്ക് ഈ പാമ്പിന് കണ്ടിട്ടേ അങ്ങ് ഛർദ്ദിക്കാനാ വരുന്നത്. അങ്ങനെ ഈ തുളസി ഇലയാ വെച്ചാ മതി. തുളസി മരുന്നാണോ? തുളസി മരുന്നാന്ന് അറിയത്തില്ല, അവന്റെ അനിയൻ കഞ്ചാവ. എടോ, തുളസി ഇല മരുന്നാണോ എന്നാ ചോദിച്ചത്. എടാ, അത് തുളസി, ഇത് തുളസി. അതിന്റെ വ്യത്യാസമില്ലേ? ചേട്ടാ, കാലില് നമ്മള് പാമ്പ് കടിച്ച ഇവിടെ ഒരു കെട്ട് കെട്ടത്തില്ല. കേട്ടു. പിന്നെ ആള് രക്ഷപ്പെടുവോ? പിന്നെ രക്ഷപ്പെടും. ഇതായത് ഇവിടെ പാമ്പ് കടിച്ചാലേ നമ്മൾ അതിന് മുകളിലായിട്ട് വലിഞ്ഞൊരു കെട്ടാൻ കേട്ടും. എന്നിട്ട് വിഷം മുകളിലോട്ട് കയറുകയാണെങ്കിലോ? പിന്നെ അതിന്റെ മുകളിലായിട്ട് കെട്ടണം. എന്നിട്ട് വിഷം മുകളിലോട്ട് കയറുകയാണെങ്കിലോ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പിന്നീട് വിഷം നമ്മളെ തലച്ചോറിലോട്ടാണ് കയറുന്നത്. അപ്പൊ ഈ കെട്ട് വിടുന്നെടുത്തിട്ട് നേരെ തലയും താടിയും കൂടെ കൂട്ടി ഒരു ഘട്ടം കേട്ടണം. 2 കഷ്ണം പഞ്ഞി എടുത്ത് മൂക്കിലോട്ട് അങ്ങ് തിരികെ. അപ്പൊ ഈ പഞ്ഞി എന്തിനാ വെക്കുന്നേ? അത് മൂക്കി കൂടെ വിഷം ഇറങ്ങും. ഓ ശരിയാ. പിന്നെ ഇയാള് രക്ഷപ്പെടും. അതെടുത്ത് കളയരുത്. അതെന്താ? വൈകിട്ട് ഞങ്ങളെ ഈ പാമ്പ് ഞങ്ങളെല്ലാം കൂടെ ഏണിയും പാമ്പും കളിക്കുന്ന ഏണിയാണ്. ആണോ? അപ്പൊ കട്ട അറിയും? കട്ട അവളെ അറിയും. ആണോ? എന്റെ ഭാര്യ. ഈ പാമ്പ് വളർത്തൽ ഈ സംരംഭമൊക്കെ എങ്ങനെയാ തുടങ്ങിയത്? അയ്യോ എന്റെ ദൈവമേ, അതെന്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ച സംരംഭം ഇല്ലയോ? ചുമ്മാ വെറുതെ കള്ളം പറയരുത് കേട്ടോ. എടാ, എന്റെ അപ്പൂപ്പൻ. നിന്റെ പേരെന്തോന്ന് പറഞ്ഞേ? ആർദ്ര പ്രസാദ്. കേട്ടോ, ആന്ധ്രാപ്രദേശേ. എടാ, ആന്ധ്രാപ്രദേശ് അല്ല, ആർദ്ര പ്രസാദ്. എല്ലാം കണക്കാ, എല്ലാം പറയുന്നത് എല്ലാം കണക്കാ. എടാ, അപ്പൂപ്പനെ പണ്ടൊരിക്കലും ഒരു പാമ്പ് പിടിക്കാൻ ഒരു പൊത്തിങ്ങനെ ഇളക്കി. പൊത്തങ്ങോട്ട് ഇളക്കിയപ്പോഴത്തേന് കൈ ഇട്ടപ്പോഴത്തേന് ഒരു പാമ്പ് ഇങ്ങനെ നിൽക്കുന്നു. കൈ ഇടുവേ, ചീറ്റി. പാമ്പോ? അപ്പൂന്റെ പ്ലാനിങ് ചീറ്റി, പാമ്പ് കൈ കൊത്തി. എന്നിട്ട് അപ്പൂപ്പൻ എന്തേ? ഓ, അപ്പൂപ്പന്റെ പടമാണല്ലേ ഇത്? സംരംഭം വിജയിപ്പിക്കണേ. പിന്നെ എടോ, എന്നെ പത്രത്തിൽ നിന്ന് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അവരോട് എന്ത് മറുപടി പറയണമെന്ന് ഒരു പിടുത്തമില്ല. എനിക്ക് എങ്ങനെ ഒരു കൈ പിടിച്ചേ. നക്കി നോക്കി. എന്തുവാ അത്? അത് ഇതേ തല കറങ്ങുന്നോ വല്ലതും ഉണ്ടോ? തല കറങ്ങോ, വീഴാൻ പോകുന്നോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഇനിയും വിളിച്ചു പറയാം പത്രക്കാരോട്. എന്ത് വിളിച്ചു പറയാം? പാമ്പ് വിഷം കഴിച്ചാൽ മരണപ്പെടത്തില്ല. അയ്യോ, ഞാനിപ്പോ ടെൻഷൻ പിടിക്കരുത്. ടെൻഷൻ പിടിച്ചാൽ നീ അത്തു. ടെൻഷൻ പിടിക്കരുത്. അപ്പൊ ഈ ചില പാമ്പ് കടിച്ച ഏക്കത്തില്ല എന്ന് പറയുന്നത് സത്യമാണോ? ചില പാമ്പ് കടിച്ച ഏക്കത്തിലടാ. അതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഇത് എവിടെ പോവാ? ഇത് കാണാൻ. ഇതിപ്പോ ഉദാഹരണത്തിന് ഇതൊരു പാമ്പാ, നിന്നെ കടിച്ചു. നീ ഒന്ന് ചോദിച്ചേ വേണ്ടോ? നീയാണോ എന്നെ കടിച്ചത്? അല്ല. മൺസ് മോർ ഒന്നൂടെ. നീയാണോ എന്നെ കടിച്ചത്? അല്ല. യുവമാരോട് എന്തോ പറഞ്ഞ വാലെ പിടിച്ചു പറഞ്ഞവന്മാരെ ഏക്കത്തില്ല. അല്ല, കാലെ പിടിച്ചാലെന്നല്ലേ പറയാ? പാമ്പിന് കാലുണ്ടോ? വാലല്ലേ? ശരിയാ, പിടിച്ചു പറഞ്ഞാലേ ഏക്കത്തില്ല. അപ്പോഴേ ചേട്ടാ, എന്താ കരുത് ഇങ്ങനെ വെപ്രാളപ്പെടും? അതെന്റെ ഈ അരഞ്ഞാണ് താഴോട്ട് ഊരി അങ്ങ് പോവാ. അതങ്ങോട്ട് മുറുക്കി കെട്ടരുതോ? എടാ, അതങ്ങനെ മുറുക്കി കെട്ടാൻ പറ്റത്തില്ല. അതെന്താ? അതെ, ഒരു ശംഖുവരേനെ ഞാൻ ഈ അരഞ്ഞാണുമായിട്ട് കെട്ടിയേക്കുന്നത്. അയ്യോ, അത് കടിക്കും. അത് അവിടെ എന്തായിട്ട് കടിക്കാനാ? തന്നെയല്ലേ ഇപ്പൊ മുട്ടയിട്ട് കുഞ്ഞുങ്ങളും പിരിഞ്ഞു. അപ്പൊ ഈ പാമ്പുമായിട്ടാണോ ചേട്ടാ കിടത്തം? പിന്നെ ഞാനും രാജവമ്പാലിയും കൂടെ കിടക്കുന്നത്. രാജവമ്പാലി അല്ല, മകളാ? മകളല്ല, രാജവമ്പാലയുടെ പെങ്ങള. അപ്പൊ അത് വിഷമുള്ള സാധനമല്ലേ? പിന്നെ ഉഗ്ര വിഷമില്ലല്ലോ അതിന്. പക്ഷെ എനിക്ക് കേൾക്കത്തില്ല. അതെന്താ? അപ്പൊ ചേച്ചി എവിടെയാ കിടക്കുന്നത്? അവളും വേണും കൂടെ അടുക്കളപ്പുറത്താ കിടക്കുന്നത്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഇത് തോന്നിവാസമായി പറയുന്നത്. നിങ്ങൾ ഇവിടെ കൂടെ ഉള്ളപ്പോ വേറൊരാളെ കൂടെ കിടത്തെന്നൊക്കെ പറയുന്നത് മോശമല്ലേ? ഒരു കല്ല് കിട്ടിയായിരുന്നു ഒരൊറ്റ കയറിലാണ്. എടാ, അവൻ വേണു എന്ന് പറഞ്ഞ പട്ടിയുടെ പേരാ. പോട്ടെ. അല്ല ചേട്ടാ, ഈ പാമ്പ് പടം പൊഴിക്കുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അയ്യോ, പാമ്പ് പടം പൊഴിച്ച ആ മുറിക്കകത്ത് മൊത്തം പാമ്പിനെ പടം പൊഴിക്കാനായിട്ട്. ആണോ? നീ എവിടെ പോവാ? അല്ല, അതൊന്ന് ഷൂട്ട് ചെയ്യാൻ പോവാ. സത്യം പറഞ്ഞ നിന്റെ സ്ഥലം എവിടാന്ന് പറഞ്ഞേ?
പയ്യോളി. ദൈവത്തെ ഓർത്ത് അതെന്നെ തിരിച്ചു വിളിപ്പിക്കാനുള്ള നീ വരുത്തൻ. സോറി. പാമ്പ് പടം പൊഴിക്കാന്ന് പറഞ്ഞാൽ അത് തുണി മാറിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന് വീഡിയോ പിടിക്കരുത്, ആണക്കേടാ. അപ്പൊ ഈ കാണുന്നൊക്കെ പാമ്പ് പടം പൊഴിച്ചിട്ടതാണോ? പിന്നെ ഇതെല്ലാം പാമ്പ് പടം പിടിച്ചിട്ടിരിക്കുമല്ലേ. അപ്പൊ ഇതാരുടെ പടവാ? അയ്യോ, ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ പൊഴിച്ചതാ, വിരിക്കാൻ മറന്നുപോയി. അയ്യോ. പിന്നെ ഇത് അച്ഛന്റെ പടവാ. അതറിയാം. എടാ പിന്നെ നീ അങ്ങോട്ട് പോകാതെ അവിടെ എന്തിരിക്കുന്നു? എന്റെ ദൈവമേ, ആരെ ശബ്ദമായി കേൾക്കുന്നേ? അയ്യോ, എടാ ഒരുത്തനെ അകത്ത് പാമ്പ് കടി ഏറ്റുകൊണ്ട് ഇട്ടിട്ടില്ലേ? പുള്ളി ഭയങ്കര സീരിയസാ. അയ്യോ, എന്ത് പറ്റി? പുള്ളിയുടെ പേരെന്തുവാ? പുള്ളിയുടെ പേര് ഒരു വാസു. അയ്യോ, വാസു എന്ന് പറഞ്ഞ ഒരു ചേട്ടന് സീരിയസ് ആയിട്ട് കിടക്കാണ്. എത്ര വയസ്സായി കാണും? പുള്ളിക്ക് 72 വയസ്സ്. അയ്യോ, 72 വയസ്സുള്ള വാസു എന്ന് പറഞ്ഞ പുള്ളി എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞത്? പുള്ളിയുടെ സ്ഥലം പയ്യോളി. അയ്യോ, സ്വന്തം എന്റെ നാട്ടുകാരനാണ്. അയ്യോ, പിന്നെ വീട്ടുപേരെന്താന്ന് പറഞ്ഞത്? തന്നെ നിൽക്കുന്നതിൽ ഹൗസ്. തന്നെ നിൽക്കുന്നത് ഹൗസ്. അയ്യോ, അതെന്റെ അപ്പൂപ്പനാ. എന്റെ അപ്പൂപ്പനാണ്. എടാ, ഈ ആ കടിച്ച പാമ്പിനെ എങ്ങനെങ്കിലും ഒന്ന് പോയി വിളിച്ചു കൊണ്ടുപോവാ. കടിച്ച പാമ്പിനെ ഞാൻ ഇവിടെ എങ്ങനെങ്കിലും വിളിക്കുക അല്ലെ എന്റെ അപ്പൂപ്പനെ രക്ഷിക്ക്. അയ്യോ, ഹലോ, കടിച്ച പാമ്പല്ലേ എവിടെ നിൽക്കുന്നു? ഒരു നിമിഷം ഇങ്ങോട്ടൊന്ന് വരാമോ? വന്നിട്ട് പോ. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അയ്യോ, കടിച്ച പാമ്പ് വരത്തില്ലെന്ന്. അതെന്താ? എന്താ കൊറേ പേരെ ഇവൻ കടിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പോയിരിക്കോ വിഷം എടുക്കാൻ. നീ ഇവിടെ വരുമ്പോഴത്തേന് 5 മണിയാവും എടുത്തെടുത്ത് വരുമ്പോ. അപ്പൊ എന്റെ അപ്പൂപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എടാ പ്രാന്താ.